മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചു. ഭരണനേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കാനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനും മേഖലാതല അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങളിൽ കൂടി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ് വിശദ വിവരങ്ങൾ? വിജയയുടെ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നതായിരിക്കും. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. മെയ് 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നിലവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളുടെയും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തികളുടെയും യോഗം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും തന്നെ നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന മേളയിൽ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ ഭാഗമായി സംസ്ഥാനതല യോഗങ്ങൾ ചേരുന്നുണ്ട്. അത് മെയ് 3 മുതൽ മെയ് 18 വരെയായി ആയിരിക്കും ഈ യോഗങ്ങൾ ചേരുക. മേഖലാ അവലോകന യോഗങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ വകുപ്പ് അധ്യക്ഷന്മാരും ചേർന്ന് ആയിരിക്കും ഈ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തുക. ഈ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ മേഖലാ അവലോകന യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത് വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം അത് അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വൈത്തിരി താലൂക്ക് കൽപ്പറ്റ വില്ലേജുകളിലായി ഏറ്റെടുക്കുന്ന ഭൂമി എന്ന് പറയുന്നത് 64.40 ഹെക്ടർ ആണ് ഏറ്റെടുക്കുന്നത്. ഇതിന് വിശദമായിട്ടുള്ള വിലവിവര റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് പ്രകാരമുള്ള തുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും പഠനത്തിനാവശ്യമായി മാത്രം 10 ലക്ഷം രൂപ വീതം അനുവദിക്കാനും നിലവിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചു. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിക്കുന്നു. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷീജ പങ്കുവച്ചത്.